ഹലോ, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബന്ന് നിറച്ചത്, തലശ്ശേരി നാട്ടിലെ ബന്ന് നിറച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ പീ കേക്കിൻ്റെ സ്പെഷ്യൽ ബന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ 8 പീസ് ഉണ്ട്. അപ്പം ഞാനിവിടെ മീഡിയം സൈസ് 2 സവാളയും 3 പച്ചമുളകും ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. 8 ബന്നിന് 4 മുട്ടയാണ് ഞാൻ പുഴുങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ രണ്ടാക്കി മുറിക്കാം. രണ്ടാക്കി ഇതുപോലെ മുറിച്ചിട്ട് ഞാൻ ചൂടോട് കൂടിയാണ് മുറിച്ചിട്ടുള്ളത്. പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നേരത്തെ കട്ട് ചെയ്ത സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി എന്നീ പൗഡറുകളെല്ലാം ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് നോക്കിയിടുക. എട്ട് ബന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുവിൽ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഉള്ളിലുള്ള റൊട്ടീൻ്റെ കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ കൊടുത്ത് പുറത്ത് വെക്കുക. ഇതുപോലെ ചെയ്യുക. നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഓരോ സ്പൂണും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ കട്ട് ചെയ്ത മുട്ട അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ബന്നിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത നമ്മുടെ ബന്നിൻ്റെ കഷ്ണങ്ങളാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു കട്ടിയിലങ്ങ് കുഴച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്നാക്കി അതിൽ ആ ബന്ന് നിറച്ചതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ചെയ്ത ബന്നിൻ്റെ കഷ്ണങ്ങൾ തീർന്ന് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുഴച്ച് ഇതിന് മേലെ വെച്ച് കൊടുക്കാം. ഇനി ഒരു മുട്ടയെ പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇതുപോലൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ നിറച്ച ബന്ന് എടുത്തിട്ട് ഈ മുട്ടയിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ആ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇതുപോലെ ചെയ്യാം. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് പാടെ മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓയിൽ പോരെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.